ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. 2022 ദേശീയപാത 66 വികസനം നടക്കുന്ന സമയത്ത് നമ്മളെ കക്കാട് മുതൽ രാമനാട്ടുകര വരെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടോളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ 2022 മുതൽ 2026 വരെ ദേശീയപാത 66 വികസനത്തിൽ വന്ന മാറ്റം. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കക്കാട് ടൗണാണ്. കക്കാട്, കൂരിയാട്, രാമനാട്ടുകര ആ റോഡാണത്. അപ്പോൾ കക്കാട് ടൗണിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ആയിട്ട് കുറേ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്, കുറേ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ കൂരിയാട് പാലത്തിനോട് ചേർന്നിട്ട് വേറൊരു പാലം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ കൂരിയാട് ജംഗ്ഷനിൽ ഇവിടുന്ന് പോയാൽ വേങ്ങര, മലപ്പുറം. പിന്നെ ഈ കൂരിയാട് കൈതത്തോട് പാടം ഭൂവസ്ത്രം നിർമ്മിച്ച് അതിൻ്റെ തോടുകളൊക്കെ സംരക്ഷിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊന്നും കാണാനില്ല. ഈ 6 വരിപ്പാത കൈതത്തോട് കൂടിയാണ് പോണത്. അപ്പം അതൊക്കെ പോയിക്കുന്നു. അവിടെ നിന്ന് കണ്ടമാനം ആളുകളെ കൂടെ വന്നിരുന്നു ഫോട്ടോ എടുക്കാനും. അതിനൊക്കെ കണ്ടമാനം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി, കാരണം ഈ ഭൂവസ്ത്രം കാണാൻ അത്ഭുതം തന്നെയായിരുന്നു. ഈ കൂരിയാട് പാടത്ത് ആദ്യം പണി നടന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൂരിയാട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തായിട്ടാണ് ആദ്യം പണി നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാള കെട്ടിയിട്ടുണ്ട്, എന്നിട്ടാണ് ഡ്രൈനേജ് ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 2 പഴയ പാലം പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് പുതിയ 2 പാലം നിർമ്മിച്ചും ചെയ്തു. അതുകൂടാതെ ഒരു വയഡക്റ്റ് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നീടാണ് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയതും അതുപോലെ തന്നെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടന്നതും. ഇവിടെ ഒന്നും കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല. കുറച്ച് ഭാഗം മാത്രമേ എടുത്തുള്ളൂ, സ്ഥലമെടുപ്പ് നടന്നിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ സൈഡ് പാടമായതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഉയർത്തണം. പിന്നെ ഇത് കുളപ്പുറം ടൗണാണ്. കുളപ്പുറം ടൗണിൽ നിന്ന് നേരെ ലെഫ്റ്റ് കൂടിയാണ് പോകുന്നത്. 2022 കുളപ്പുറത്തെ കാഴ്ചയാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുളപ്പുറം ഓവർപാസിൻ്റെ പണിയാണ് ആദ്യം കഴിഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് അടിഭാഗം തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട കുളപ്പുറം ടൗണാണ്. കുളപ്പുറം ടൗണിൻ്റെ കുറച്ച് അപ്പുറത്താണ് വന്ന ആ റോഡ് ചേരുന്നത്. ഇടതുഭാഗത്തിന് വന്ന് ചേരും. അപ്പോൾ ഈ ടൗണൊന്നും അവിടെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് റോഡ് കയറുന്നത് കേട്ടോ. ഇവിടെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ. പിന്നെ അവിടെ നിന്ന് നേരെ ഇടതുഭാഗത്താണ് പണി വന്നിരിക്കുന്നത്. ഇരുമ്പുചോലയിലും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. അവിടെ ആളുകളൊക്കെ എടുത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കുറേ പാലങ്ങൾ വരുന്നുണ്ട്, ഒരു 1-2 പാലങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അണ്ടർഗ്രൗണ്ട് നമ്മൾ NH കൂടെ വന്ന് ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ മമ്പറത്തേക്കാണ് പോകുന്നത്. മമ്പറം മക്കാമിലേക്ക് പോകുന്നു. ആ റോഡിൻ്റെ അവിടെ നേരെയാണ്. ശരി, നമ്മൾ തിരിയണില്ല, നേരെ തന്നെ പോകണം. അവിടെയൊക്കെ വലതു ഭാഗത്തോ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ എക്വയർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ തന്നെ ഉള്ളൂ. അപ്പോൾ ഇരുമ്പുചോല കഴിഞ്ഞ് VK പടി കഴിഞ്ഞിട്ട് ഇത് അരീത്തോട് ഭാഗങ്ങളാട്ടോ. അവിടെയാണ് ഇപ്പം ഇത് ഫുള്ളായിട്ട് പൊളിച്ചിട്ടിരുന്ന കാഴ്ച. അരീത്തോട് നിലവിലെ റോഡ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ദേശീയപാത 66 കടന്നു പോകുന്നത്. പാടത്തു നിന്നൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ തോടിൻ്റെ ഗതി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ബോക്സ് ഒക്കെ അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം കടത്തി വിടുക. ഈ 2 ഭാഗത്തും നന്നായിട്ട് വർക്ക് നടന്നുണ്ട്. പിന്നെ ഇവിടെ പൈലിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു പാലത്തിനുള്ള പൈലിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വീതിയുള്ള റോഡായതുകൊണ്ട് അങ്ങനെ ഒന്നും കട്ട് ചെയ്ത് പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് മല നന്നായി ചിരണ്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഇടതു ഭാഗത്ത് കൂടെ ഇറങ്ങുന്നുണ്ട് പാടത്ത് കിട്ടുക. ഇവിടുന്ന് ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. തലപ്പാറയിൽ ചെറിയൊരു പാലം, ഇത് കാരണം തോട്ടിലേക്ക് വെള്ളം പോകണ അതിനുള്ള ഇതുള്ള സംവിധാനത്തിലുള്ള ഒരു പാലമാണ്. പിന്നെ ഇത് മുഴുവനായിട്ട് അപ്പുറത്ത് റോട്ടിലേക്ക് എത്തിയിട്ടില്ല, ഇതൊരു ഭാഗത്ത് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ തലപ്പാറ ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായിട്ടുള്ള ഒരു ചെറിയ പാലം വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനിയും ഈ പല റോഡുകളുടെ അപ്ഡേഷനുകൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് വെളിമുക്ക് ഭാഗങ്ങളാണ്. ഇവിടെ ഇടതു ഭാഗത്തൊക്കെ കണ്ടമാനം ബിൽഡിങ്ങും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഒരു തോടിനുള്ള സംവിധാനങ്ങളും. ഇവർ ശരിക്കും ഇത് ഉദ്ദേശിക്കുന്നത് മെയിൻ ടൗണുകളൊക്കെ ഒഴിവാക്കി ഗതാഗതം വളരെ എളുപ്പമാക്കുക എന്നുള്ളതാണ് കാര്യം. ഇവിടെ ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ചെളാരിൻ്റെ അവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വെളിമുക്കിലും ഇതേമാതിരി കാര്യമായിട്ട് ഒരു ഇടതുഭാഗത്താണ് പണി നടന്നിരിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഇടതുഭാഗത്താണ് ഒരു 4 വരിൻ്റെ വഴി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് ഷോപ്പിൻ്റെ മുൻഭാഗമൊക്കെ നന്നായി പൊളിച്ചു പോയിട്ടുണ്ട്. പിന്നെ അപ്പം ഇനി അടുത്ത് ചേളാരിയാണ്. താഴെ ചേളാരി വലിയ മാറ്റമാണ് അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു പാലം വരുന്നുണ്ട്. പാലം വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഇതാവും. പിന്നെ ഇതാണ് ചേളാരി ഇന്ത്യൻ ഓയിലിൻ്റെ അവിടുന്ന് നന്നായി ഒരു ഭാഗത്ത് മുഴുവനായിട്ട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഈ വളവൊക്കെ നല്ല നിവർത്തുകയാണ്. ഈ വളവ് കൂടെ ഒന്നും വരില്ല. ഇപ്പം വളവ് വരുന്ന ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്ത് നിന്ന് വന്നിട്ട് നേരെ വലത് ഭാഗത്തേക്കാണ് കയറുക. ഈ പാലക്കലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വളവുണ്ടാവും. വളവെന്ന് നേരെ ഇടത് ഭാഗത്തേക്ക് വന്നിട്ട് നേരെ വലത് ഭാഗത്തേക്ക് കയറി പോവുക. പിന്നെ റോഡ് നേരെ വലത് ഭാഗത്തായി അവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ വളവ് പിന്നെ ഇടത് ഭാഗത്തേക്ക് വന്നിട്ട് പിന്നെയും
പോവാണ്. ഇനി യൂണിവേഴ്സിറ്റിയുടെ അവിടെയാണ് നമുക്ക് കാണാനുള്ളത്. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ബെൻഡും ആ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ നല്ല മാറ്റം വന്നിരിക്കണം. പാണാമ്പറ വളവ്, ഈ പാണാമ്പറ വളവിലൊക്കെ നമുക്ക് എന്നും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത്രയും ഒഴിഞ്ഞ സ്ഥലങ്ങൾ, വണ്ടികളൊക്കെ അത്ര സ്പീഡ് പോകുന്നതാണ്. വളവ് വളരെ ഒരു എസ് വളവ് മാതിരിയാണ്. ആ വളവിനൊക്കെ ഇടത് ഭാഗത്തു കൂടെ വരികയാണ് വളവ്. ഇവിടുന്ന് ഇടത് ഭാഗത്തൂടെ നേരെ പോവാണ്. അപ്പോൾ ഈ വളവ് നേരെ ഒഴിവാണ്ട് എന്നിട്ട് പിന്നെ ഇതൊക്കെ ശരിക്കും ഒരു പാടത്തു കൂടെ പോയിക്കുന്നത്. അപ്പോൾ പാണാമ്പറ വളവ് കഴിഞ്ഞിട്ട് നമ്മൾ കോഹിനൂരാണ് ട്രക്കിലേവേ വന്നിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ യൂണിവേഴ്സിറ്റി വരുന്നത്. അവിടെ ഒരു ഓവർപാസും ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ അവിടെ വരുന്ന ഒരു വളവ് അതൊക്കെ വളരെ അപകട വളവായിരുന്നു. പക്ഷേ ഈ 6 വരിപ്പാത വരുമ്പം നമുക്ക് ആ വളവുകളൊക്കെ നിവർന്ന് പോവുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ബ്ലോക്കുകൾ, ഇതിപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഇവിടുന്ന് ഒരു കാഴ്ചയാണ്. ഇവിടുന്ന് നേരെ പോണ റോഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വളവ്, പാണാമ്പറ വളവൊക്കെ മാറി വരുന്നത് കേട്ടോ. ഈ റോഡാണ് പാണാമ്പറ വളവൊക്കെ മാറി വരുന്നത്, നല്ല ഇതിൽ വരുന്ന റോഡുള്ളത്. പിന്നെ ഇവിടെ പഴയകാല ബിൽഡിങ്ങൊക്കെ പൊളിച്ചു പോയിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് പിന്നീട് ചെട്ടിയാർമാടാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ പണി നടക്കുമ്പോഴൊന്നും ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ പണി നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്പിന്നിങ് മില്ല്, പിന്നീട് ചേലമ്പ്ര, ഇടിമുഴിക്കൽ. അപ്പോൾ ഇതൊക്കെ ആ പ്രദേശങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ റീച്ച് അവസാനിക്കുന്നത് രാമനാട്ടുകര. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ NH66 അപ്ഡേഷനുകൾ ഇനിയും വരാനുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് രാമനാട്ടുകരയിൽ നിന്നാണ് മെയിനായിട്ട് റോഡിൻ്റെ പണിയൊക്കെ നടന്നിരിക്കുന്നത്. അവിടെ പാടത്തൊക്കെ മണ്ണിട്ട് ഉയർത്തലുകളും അതൊക്കെ നടത്തിയിരുന്നു. ചെറിയ ചെറിയ പാലങ്ങൾക്കുള്ള പണി നടന്ന് സൈഡ് കട്ടലൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഇനി വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ.